കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളെ സമ്പുഷ്ടമാക്കുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം മെയ് 16, 17, 18 തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാഹിത്യോത്സവം സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ക്യൂറേറ്റർ സന്ദീപ് വാര്യർ, ചെയർമാൻ പി ഹരിഗോവിന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർഗലയ കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ ആശയധാരകളെ ഭാവി കേരളത്തിന്റെ ഭൗതിക വിനിമയത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും ഉപയുക്തമാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക ശാസ്ത്രം, കല, സാഹിത്യം, സിനിമ, സ്പോർട്സ്, സംഗീതം, ചരിത്രം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ എല്ലാ പക്ഷത്തുമുള്ളവർക്ക് ആശയവിനിമയവും സംവാദവും ചർച്ചകളും നടത്താൻ വേദിയുണ്ടാവും. വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായ 100ഓളം പേർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമാവും. വർത്തമാന കാലഘട്ടത്തിലെ ചലിക്കുന്ന ചർച്ചകളാവുന്ന വിഷയങ്ങളോടൊപ്പം പൂരം, താളം, ഐതിഹ്യം എന്നിവയെല്ലാം സാഹിത്യോത്സവത്തിന്റെ ഭാഗമാണെന്നും ഇരുവരും പറഞ്ഞു. പരിപാടികൾ നടക്കുന്ന ഞങ്ങൾ തലേദിവസം അപ്ഡേറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് 16-ാം തീയതി വരും, 17, 18 ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. അപ്പം ആക്ച്വലി പാലക്കാട് എന്നുള്ള ആളുകൾക്ക് ശ്രീകൃഷ്ണപുരം വലിയ ദൂരം വരും. ഇന്നൊരു ഹാഫ് ആൻ അവർ, മാക്സിമം 40 മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ. അത് ഓൾറെഡി ഇതെല്ലാം ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോകും. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതില് എനിക്ക് തോന്നുന്നത് മീഡിയ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് വരുന്നത് മുഴുവൻ. എല്ലാ ഫീൽഡിലുള്ള മീഡിയ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹെഡ്ലൈൻ ഹിറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വളരെ കൗതുകത്തോടുകൂടി കാണുന്ന ഒരുപാട് സെഷനുകൾ നടക്കുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകന്റെ കൂടി ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ടും ആ 2 ദിവസം പാലക്കാട് ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പ്രതികരണങ്ങളും വാർത്തകളും ഒക്കെ ലഭിക്കുന്നത് ഞങ്ങളുടെ വേദിയിൽ നിന്നായിരിക്കുമെന്ന ബോധ്യം ഞങ്ങൾക്ക്. ട്രഷറർ സുരേഷ് തെങ്ങുംതോട്ടം, ജനറൽ കൺവീനർ പി ഗിരീഷ്, ഇ ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.